മൊബൈൽ യൂസ് ചെയ്യുന്നതിനോട് പൊതുവെ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. ഇത് അവൻ ഇതായിരുന്നു സെർച്ച് ചെയ്ത് കണ്ടെത്തിയിരുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് സക്സസ് ആയി. ടൗണിൽ പറഞ്ഞ ഒരു വിമാനം ഉണ്ടാക്കാൻ അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായി അതിന്റെ പണി? അതിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കണ്. എന്താണ് മോഡല്? റാപ്റ്റർ F22. അംബിക മാം, നിങ്ങളുടെ സ്റ്റുഡൻസ് ആണല്ലോ. ആദ്യം എന്താ അവരെ കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിലാണ്. എൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള 2 താരങ്ങൾ. അതിലേറെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഒരു വളർന്നിട്ടുണ്ട്. നമ്മളെ കൊടശ്ശേരിയിൽ വിമാനം ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള 2 കുട്ടികളെ മറന്നോ? മുഹമ്മദ് ഹാദിം. നമ്മൾ വീണ്ടും ഓരോരുത്തേക്ക് വന്നിരിക്കാൻ കേട്ടാ. നല്ല സന്തോഷമുണ്ട്. നിങ്ങളുടെ വീഡിയോ കൂടെ കുറെ ആൾക്കാര് നമ്മള് കണ്ടു. ഞാനിട്ട വീഡിയോ ആയതുകൊണ്ടല്ല, നിങ്ങളുടെ കഴിവാണത്. നിങ്ങളുടെ കഴിവുള്ളത് കൊണ്ടാണ് ആളുകൾ നിങ്ങളെ കണ്ടിട്ടുള്ളത്. ക്യാപ്റ്റൻ സ്വിൻഡോന്റെ സാരഥികൾ 2 പേരും ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മൾക്ക് അവരെയും കൂടെ പരിചയപ്പെടാം. എന്താണ് പേര്? ഷസാദ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം സ്കൂൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ HM ആയിക്കോട്ടെ, മറ്റുള്ള അധ്യാപകരായിക്കോട്ടെ, അവർ പിന്നെ ബാക്ക് ബോൺ ആയിട്ട് നിന്നുള്ള അവരുടെ മാതാപിതാക്കളെ അത് നമുക്ക് ഉറപ്പായിട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെ. അതുപോലെ കുട്ടികളൊക്കെ അതിനൊക്കെ പുറമെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് സംഭവം കണ്ടപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നിട്ട് അവരെ അനുമോദിക്കാൻ വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഉണ്ടെങ്കിൽ പൈലറ്റ് അത് അവിടുത്തെ മാനേജറാ. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ കുട്ടികളെ? അവരിങ്ങനെ 14 വയസ്സുള്ള ചെറിയ മക്കളാണ് ഇത് കാണുന്ന സമയത്ത്. അഭിപ്രായങ്ങൾ ചെറിയൊരു കാര്യമൊന്നുമല്ല അവർ അച്ചീവ് ചെയ്യുന്ന സംഭവം എന്ന് പറയണത്. ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ എന്നോട് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. സാധനം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി കൊടുക്കും. ഓക്കെ, അത് റിയൽ വിമാനം ഞാൻ പാർട്ടി കൊടുക്കും. ഒരു സാധനം അത് വേണ്ട, ഈ സാധനം തന്നാൽ പോലും ഞാൻ പറത്തൂല. കാരണം പറത്താൻ കഴിയില്ല. കാരണം അത് അവർക്ക് സ്പെഷ്യലായിട്ട് അറിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ചെറിയൊരു സംഭവമല്ല ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു സംഭവമായിരിക്കും പൈലറ്റ് എന്ന് പറയുന്നത്. അവർക്ക് അതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്യാനുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത് ചെറുതൊന്നല്ല. അതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എത്രയോ ആളുകളുടെ ഡ്രീമാണ് അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിനൊപ്പം നിൽക്കുന്ന പാരൻസ് എന്നുള്ളത്. എല്ലാവരും അത് മനസ്സിലാക്കില്ല. പക്ഷേ അത് നിങ്ങൾക്ക് അതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹാദിലിനെയും കണ്ട് അവരുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ള പാരൻസിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അവരെ കാണണ്ടേ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളോട് ഞാനൊന്നും പറയണ്ടല്ലോ, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. എന്താ പറയാനുള്ളത്? മക്കളെ നമുക്കിത് പറത്തി ക്ലിയർ ആയതോടെ നമുക്ക് നല്ല സന്തോഷത്തിലാണ്. അവരൊരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് വ്യക്തികളുണ്ട്. ഒന്ന് ജുനൈദ് സാറ്, അവർ നമ്മൾ എടുത്ത് പറയാൻ കഴിയില്ല. അതേമാതിരി തന്നെ ഇവിടെ കോളേജിന്റെ ഒരു ഇർഷാദ് പറഞ്ഞൊരു ഒരാളുണ്ട്. അതേമാതിരി ടീച്ചേഴ്സ്, ഇതിന്റെ മാനേജ്മെന്റ് എല്ലാവരും നല്ലോണം പരിശ്രമിച്ചിരിക്കണം. എല്ലാവരോടും നമുക്ക് വളരെ നന്ദിയുണ്ട്. എത്ര കാലമായിട്ടുണ്ട് കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ? കുട്ടികളിപ്പോൾ ഒരു 3 മാസത്തിന്റെ മുകളിലായി കാണും. കാരണം വീട്ടിൽ നിന്ന് കുറെ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്ന് അത് ഫെയിൽഡായി പോയി. പിന്നെ രണ്ടാമതാണ് ഇപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അത് ചെയ്തത്. അതിൽ വൈഫിനെ എടുത്ത് പറയണം. കാരണം എന്താ വെച്ചാൽ ഇവർക്കും വേണ്ടിയിട്ട് ഒരുപാട് രാത്രി ഉറക്കം ഒഴിവാക്കി വരെ നിന്നാണ്. അതെ, ചില സമയത്ത് കുട്ടികളെ വീട്ടിൽ നിന്നിട്ട് ഇത് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഉപ്പമാര് നമുക്കറിയാം, അച്ഛന്മാര് ഒരു പണിക്ക് പോകും, പുറത്തൊക്കെ പോകും. അമ്മമാരാണ് അവരെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവുക അല്ലെ? എന്താ വളരെയധികം സന്തോഷത്തിലാണ്. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളിലത്തെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെയാണ്, പഠനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെയാണ്. ഇതിനോട് പൊതുവെ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. ഇത് അവൻ ഇതായിരുന്നു സെർച്ച് ചെയ്ത് കണ്ടെത്തിയിരുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് സക്സസ് ആയി. അന്ന് അവൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം ഒരു പ്ലെയിൻ ഇത്ര സക്സസ് ആവുന്നൊന്നും വിചാരിച്ചില്ല. മോൻ എത്ര സമയമാണോ ഉറക്കളച്ചിരിക്കണത് അത്രയും സമയം ഞാനും കൂടെ ഇരിക്കാറുണ്ട്. സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പറഞ്ഞ ഒരു വിമാനം ഉണ്ടാക്കാൻ അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായി അതിന്റെ പണി? അതിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കണ്. എന്താണ് മോഡല്? റാപ്റ്റർ F22. പണി കഴിഞ്ഞിട്ടില്ല അല്ലേ? അതിന്റെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിക്കണ്. അപ്പൊ പറത്തുന്നത് കാണണം അല്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല ഓരോ സ്വപ്നങ്ങളെ ഉണ്ടോ? ഇല്ല. അതാരാ പറഞ്ഞത് ഇല്ലാന്ന്? പറഞ്ഞത് കൈ നോക്കിയ അല്ല, ഇത്തിരി ചങ്കൂറ്റ വേണം ഇല്ലാന്ന് പറയണേ ഇത്രയും ഒരു കൂട്ടത്തിൽ ഇരുന്നിട്ട്. Captains with 2 Indian Academy qualifications. They came in
Raiha is also present here. She is Agas Airlines flies pilot ആണ് ലൈവായിട്ട്. ആ എന്തെങ്കിലും ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താ മാറ്റം ഉണ്ടായത്? ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവാ. കൺഗ്രാജുലേഷൻസ്. അന്ന് ഞാൻ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? ആ അപ്പോൾ ആ ഒരു ഇതിപ്പം ഞാൻ തീർക്കുകയാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഇവരുടെ പാരൻസ്. നിങ്ങളില്ലായത്, നിങ്ങളുടെ ഈ ബാക്ക് ബോൺ ഇല്ലായത് കുട്ടികളൊന്നും ആവൂലായിരുന്നു അല്ലേ? ഇപ്പം നമ്മളൊക്കെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കണല്ലേ കുട്ടികൾ. അപ്പോൾ ഇന്നലെയല്ലേ കണ്ടത് പാലക്കാടിൽ HMന്റെ മുന്നിൽ ഇരുന്നിട്ട് +1 പഠിക്കുന്ന കുട്ടി. അതൊക്കെയാണ് കാലം. ഞാൻ ചോദിച്ചു വാങ്ങിയ കൈയടിയാണോ? ഓക്കെ, താങ്ക് യു. ഇതാണ് ഹാദിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടാ. അപ്പം കൺഗ്രാജുലേഷൻസ്.